5 വർഷമായി ഗൈസ് ഞാൻ ജർമ്മനിയിൽ വന്നിട്ട്. ഒരു 2020 വർഷം ജൂലൈ മാസം 23-ാം തീയതി, അതായത് ഇന്നേക്ക് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ദിവസം 5 വർഷം പൂർത്തിയായി നിഖിൽ തമ്പി എന്ന ഞാൻ ഈ ജർമ്മനിയിൽ കാലുകുത്തിയിട്ട്. ഈ നിമിഷം എല്ലാവരോടും നന്ദി മാത്രം പറയാനുള്ളൂ. 1000 നന്ദി. ഈ ഷൂ 5 വർഷം മുമ്പ് ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അഡിഡാസിൻ്റെ 2000 രൂപ കിട്ടിയ ഷൂ. ഇതാണ് ഒരു 2-3 വർഷത്തേക്ക് എൻ്റെ സന്ധിത സഹചാരി. ജർമ്മനിയിൽ വന്ന് ജോലി കിട്ടിയതിന് ശേഷവും ഒരു 3-4 വർഷം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഈ ജീൻസാണ്. ഒരു കൂറ ജീൻസ് ഇട്ട് ജർമ്മനിലേക്ക് വരാൻ നിന്ന് എന്നെ എൻ്റെ കൂട്ടുകാരൻ സച്ചി തന്ന ജീൻസാണിത്. അവൻ 10,4500 കണ്ട് മേടിച്ച ജീൻസാണ് ലീഡ. ഈ ജീൻസ് എനിക്ക് സമ്മാനിച്ചത് സച്ചിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ജർമ്മനിലേക്ക് വരാൻ പെട്ടി തന്ന് സഹായിച്ച സച്ചിയും അമ്പാടിയും. ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ജർമ്മനിലേക്ക് വരാനുള്ള പെട്ടി തന്ന് സഹായിച്ചത്. അതിലുപരി ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണക്കാരനായ എൻ്റെ തന്തപ്പടി, എൻ്റെ അച്ഛൻ പാചകക്കാരൻ തമ്പി. പുള്ളി എനിക്ക് എടുത്തുന്നൊരു ആധാരം പണയം വെച്ചിട്ടാണ് ഞാൻ ജർമ്മനിലേക്ക് വന്നതും ഇന്ന് ഈ നിലയിലേക്ക് എത്തിയതും. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കുള്ളൂ. ഇതെൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് കാണുമ്പോഴും എൻ്റെ മനസ്സ് നിറയണം, എനിക്ക് സന്തോഷം തോന്നണം. അങ്ങനെയുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിഖിൽ തമ്പി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 5 years ഇൻ ജർമ്മനി. ഈ ഒരു കഥ എൻ്റെ പൊന്നു മച്ചാമാരെ, ഇത് എങ്ങനെ പറഞ്ഞെനിക്ക് അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ പെടാത്ത കഷ്ടപ്പാടൊന്നുമില്ല. ഞാൻ ജർമ്മനിയിലേക്ക് വരുന്നത് ജോബ് സീക്കർ എന്നുള്ള വിസയിലാണ്. അതായത് എനിക്ക് നാട്ടിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ഒരു 2.5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിൽ ജോബ് സീക്കർസ് എന്നുള്ള വിസ എടുത്തിട്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് വരുന്നത്. അതിപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റി കാർഡ് പോലെയാണ്. 6 മാസമാണ് ഈ ജോബ് സീക്കർസൊക്കെ കാലാവധി. പക്ഷേ ഈ 6 മാസത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല, പാർട്ട് ടൈം എടുക്കാൻ പറ്റില്ല. നമുക്ക് ജോലി അന്വേഷിക്കുക, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ടൈം ജോലിയിലേക്ക് കയറാം, അവിടെ നിന്ന് സാലറി കിട്ടും. എന്നിട്ട് നമുക്ക് ജർമ്മനിയിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഈ വിസയുടെ ഒരു പ്രത്യേകത. ഞാൻ ഈ വിസക്ക് അപ്ലൈ ചെയ്തിട്ട് 2 വർഷമാണ് കാത്തിരുന്നത്. ഈ 2 വർഷം ഞാൻ ഈ വിസയുടെ പുറകെ നടന്ന് ഞാൻ മേടിച്ചെടുത്തൊരു വിസയാണിത്. അപ്പോൾ ഗൈസ്, ജർമ്മനി എന്ന രാജ്യം ഞാൻ ചൂസ് ചെയ്തല്ല, ജർമ്മനി എന്നെ ചൂസ് ചെയ്തെന്ന് നമ്മൾ പറയാം. കാരണം ഞാൻ ജർമ്മനിയിലേക്ക് വരാൻ നിന്ന ഒരാളല്ല. ഞാൻ കാനഡ, UK അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പഠിക്കാൻ പോയി എങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് കുറേ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന്, അപ്പോൾ ഇങ്ങനെ ഓരോ ഏജൻസിയിലും കയറി ഇറങ്ങി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ കുറേ റിസർച്ചിൻ്റെ അവസാനമാണ് ഞാൻ ജർമ്മനി എന്ന രാജ്യം തന്നെ ചൂസ് ചെയ്തത്. ഞാനൊക്കെ ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ ഇത്രയ്ക്ക് ഹൈപ്പിലില്ല. അതായത് ജർമ്മനിയിലേക്ക് പഠിക്കാൻ വരുന്നവരെല്ലാവരും പബ്ലിക് യൂണിവേഴ്സിറ്റി നോക്കി വരുന്നവരായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു മാർക്ക് വെച്ചിട്ട് എനിക്ക് ജർമ്മനി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ബാക്കിയുള്ള രാജ്യങ്ങളും എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് വെച്ചത്. അങ്ങനെയാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ വഴി ഇവിടെ ഒരു ജോബ് സീക്കർ വിസ എന്നുള്ളൊരു വിസയുണ്ട്. ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ IT പ്രൊഫഷണൽസിന് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിവരം ഞാൻ അറിഞ്ഞത്. ആ ഒരു വിവരത്തിൻ്റെ പുറകെ ഇങ്ങനെ പോയി അവസാനം ഞാൻ തീരുമാനിച്ചു, അതെ, നമുക്ക് ജോബ് സീക്കർ വിസ എടുക്കാം, ജർമ്മനിയിലേക്ക് വരാം, ഇവിടെ ജോലി ചെയ്യാം. ഈ ഒരു തീരുമാനത്തിന് പുറത്ത് ഒരു 2 വർഷം ഞാൻ പുറകെ കടന്ന് ഈ വിസ ഞാൻ മേടിച്ചെടുത്ത്. ഫസ്റ്റ് ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തത് 2019 ആദ്യത്തെ വർഷം ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തപ്പോൾ റിജക്ഷൻ കിട്ടിയത് എൻ്റെ പാസ്പോർട്ട് ഞാൻ 18 വർഷം തികഞ്ഞെടുത്ത പാസ്പോർട്ട് ആയതുകൊണ്ടും 10 വർഷത്തിന് മേലെ അത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും പുതിയ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു റിജക്ഷൻ വരുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു എല്ലാം സക്സസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ജോലി ഡ്രോപ്പ് ചെയ്ത്. ആ ജോലി ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഫസ്റ്റ് വിസ റിജക്ഷൻ വരുന്നത്. ഓക്കെ, എന്തായാലും ജോലി ഡ്രോപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പുറകെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പാസ്പോർട്ട് മേടിച്ചെടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഒന്നും കൂടെ കൗൺസിലേറ്റിൽ പോയിട്ട് ഞാൻ എൻ്റെ പുതിയ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ അപ്പീലിന് കൊടുത്തു. ആ അപ്പീലിൽ നിന്ന് പിന്നെയും എനിക്ക് റിജക്ഷൻ വന്നു. പിന്നത്തെ റിജക്ഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇവിടെ ക്വാളിഫൈഡ് ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു. അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ZAB എന്നുള്ള റിപ്പോർട്ടിന് സബ്മിറ്റ് ചെയ്തു. ഈ ZAB എന്നുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 6 മാസത്തോളം വെയിറ്റ് ചെയ്ത് ഈ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി. ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ചിലവാക്കിയത് ഒരു 10-25,000 രൂപയോളം ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ ഈ സാധനം അപ്ലൈ ചെയ്തത്. അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് അർജുൻ എന്നുള്ള ഒരാളാണ്. ഈ അർജുൻ ഒരു മലയാളിയാണ്. ഞങ്ങളൊരു എല്ലാവരും കൂടെ ഒരു ജോബ് സീക്കർസ് ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അർജുനെ വളരെയധികം നന്ദി. പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ വന്നിട്ട് 2ാമത് ജോലി അന്വേഷിക്കാൻ തുടങ്ങി. മാരിയാപ്സ് എന്നുള്ള കമ്പനിയിൽ എനിക്ക് 2ാമത് ജോലി കിട്ടി. ആ ജോലി കിട്ടാൻ എന്നെ സഹായിച്ചത് എൻ്റെ റൂംമേറ്റ്സായ ആഷിദ്, സിസോൺ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ്. അങ്ങനെ ഞാൻ എൻ്റെ മാരിയാപ്സ് എന്നുള്ള കമ്പനിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ ഈ വിസയുടെ പുറകെ നടക്കാനും തുടങ്ങി. അങ്ങനെ 2019 അവസാനത്തോടെ ഈ ZAB എന്നുള്ള റിപ്പോർട്ടും കയ്യിൽ കിട്ടി. 2ാമത് ഞാൻ പിന്നെയും 3ാമത് ഞാൻ പിന്നെയും വിസക്ക് അപ്ലൈ ചെയ്യുകയാണ്. ആ വിസക്ക് അപ്ലൈ ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണ വന്നതിന് ശേഷം ഞാൻ കൗൺസിലറിലെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു റിപ്ലൈയും ഇല്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല, വിളിച്ചിട്ട് എടുക്കണില്ല. അങ്ങനെ ഫുള്ള് ഷട്ട് ഡൗൺ ആയിരുന്നു. അങ്ങനെ ഈ വിസക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തത് എൻ്റെ ഒരു കൂട്ടുകാരൻ ലിബിനായിരുന്നു. ലിബിനെ 1000 നന്ദി. ഈ ജർമ്മനി എന്നുള്ള സ്ഥലം ഞാൻ എൻ്റെ ഒരു കഴിവുകൊണ്ട് എത്തിയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ലിബിനാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തു തന്നിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എല്ലാ പേപ്പറും കൂടെ വിസക്ക് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞില്ല. ആ വിസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ബാംഗ്ലൂർ കൗൺസിലേറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
കൊറോണ കാരണം ഈ സാധനം തിരിച്ചുപോയി. അവർ നേരെ ലിബിനെ കോൺടാക്ട് ചെയ്തു. കാരണം ലിബിൻ്റെ നമ്പറാണ് അവൻ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് കൊടുത്തിരുന്നു വെച്ചത്. അങ്ങനെ ബാംഗ്ലൂർ ജർമ്മൻ കൗൺസിലേറ്റിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് ലിബിൻ്റെ വീട്ടിലേക്ക് അയച്ചു. ലിബിൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിഖിലേ നിനക്ക് വിസ കിട്ടിയടാ. അന്നേരത്തെ എനിക്ക് വന്ന സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മച്ചാമരെ, ഇതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് അറിയാൻ പാടില്ല. ഞാൻ പക്ഷേ സ്റ്റക്കായിപ്പോയി. ആ ഒരു സന്തോഷം ഒരു 10 മിനിറ്റ് ഉണ്ടായുള്ളൂ. കാരണം അന്നേരം ഷട്ട് ഡൗൺ ആയിരുന്നു, ഫ്ലൈറ്റുകളെല്ലാം ഓഫ്, ഒരു സാധനവും പ്രവർത്തിക്കണില്ല, ജർമ്മനിക്ക് വരാൻ ഒരു വകുപ്പില്ല. അതിലൊരു പ്രശ്നം എന്താണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ മാർച്ച് തുടങ്ങി ഒരു വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ വിസ കിട്ടുന്നത് ജൂണിലാണ്. അപ്പോൾ തന്നെ ഓൾറെഡി 2-3 മാസം ഇങ്ങനെ കഴിഞ്ഞ്, ആകെ 6 മാസമുള്ള ജോബ് സീക്കർ വിസ. അപ്പോൾ പെട്ടെന്ന് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ നേരെ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല, JFCയുടെ. ആ JFC ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. എയർ ഇന്ത്യ ഇവാക്വേഷൻ ഫ്ലൈറ്റ് ജർമ്മനിലേക്ക് വിടുന്നുണ്ട്, അങ്ങനെ നമുക്ക് ജർമ്മനിലേക്ക് വരാൻ പറ്റുമോ. ഈ ഇൻഫർമേഷൻ എൻ്റെ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും ഡിസ്കസ് ചെയ്ത സമയത്താണ് ശിവ വരുന്നത്. ശിവ ഒരു തമിഴ്നാട്ടുകാരനാണ്. ശിവയോടൊപ്പം ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാനും ശിവയും കൂടെ ജർമ്മനിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ജർമ്മനിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള തിടുക്കത്തിലായി. അതിനോടൊപ്പം തന്നെ പാരലലി അന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാരി ആപ്സിൽ നിന്ന് ഇറങ്ങാനുള്ള പ്രൊസീജിയറും ചെയ്തു തുടങ്ങി. അങ്ങനെ മാരി ആപ്സിൽ നിന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ, നോട്ടീസ് പീരീഡ് ഇല്ലാതെ നമുക്ക് ഇറങ്ങാനുള്ളൊരു സഹായം നമുക്ക് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവസാനം ഒരു ഇവാക്വേഷൻ ഫ്ലൈറ്റ് ഞാനും എൻ്റെ കൂട്ടുകാരൻ സച്ചിയും കൂടെ പല രാത്രികളിൽ കുത്തിയിരുന്നെടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അവസാനം നമ്മുടെ കൂട്ടുകാരൻ ലണ്ടനിൽ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വഴി അവന് ഫ്ലൈറ്റ് എടുത്തു കൊടുത്ത ഏജൻറ്റ് വഴി ഞാൻ എൻ്റെ ഇവാക്വേഷൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ 2020 വർഷം ജൂലൈ 23 തീയതി ഞാൻ ജർമ്മനിലേക്ക് ഫ്ലൈറ്റ് കയറി. കഥ ഇവിടെ തീരുന്നില്ല. അപ്പോൾ കേസ് നമ്മളെ സ്ഥലം ഒന്ന് മാറ്റി, അതെ അതിൽ കൂടെ നിറച്ച് ആൾക്കാരം കടക്കണം പോകണം, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കഥ പിന്നെയും തുടരുന്നതാണ്. അങ്ങനെ നമ്മൾ ജർമ്മനിയിലെത്തി. ജർമ്മനിയിൽ വന്നിട്ട് എൻ്റെ പൊന്നു മച്ചാമാരെ അനുഭവിക്കാത്ത കഷ്ടപ്പാടില്ല. 4 മാസം ഞാൻ വെറുതെ ചത്തെന്ന് വെച്ചാൽ ചത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി എൻ്റെ ഒരു 3 മാസം വിസ തീർന്നിട്ടാണ് ഞാൻ ജർമ്മനിലേക്ക് ലാൻഡ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് പോയത് ഡോയ്സ്ബർഗ് എന്നുള്ള സ്ഥലത്താണ്. ഈ ഡോയ്സ്ബർഗിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ജർമ്മനിയിലുള്ള അത്രം ബുർഗ്രാമിറ്റുകൾ അടുപ്പിച്ചടുപ്പിച്ചില്ല. ഈ ആൻമെൽഡുങ്ങിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്ന സ്ഥലവും ഈ വിസയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലവും ഒറ്റ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ ടൈം കൂടുതലായിട്ട് വേണ്ടി വന്നു. കാരണം ഇവിടെ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ നമുക്ക് ആൻമെൽഡിങ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. കാരണം എൻ്റെ കാര്യത്തിൽ എനിക്ക് ജോബ് സീക്കർ വിസ കാണാൻ ഞാൻ പറഞ്ഞല്ല, 6 മാസമുള്ള വിസ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവിടെ നിന്ന് എൻ്റെ വേറൊരു ഫ്രണ്ട് വഴി ഞാൻ സ്റ്റുട്ട്ഗാർട്ടിലേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് സ്റ്റുട്ട്ഗാർട്ടിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ നേരെ കയറി ചെന്ന് നമുക്ക് വിസ എക്സ്റ്റൻഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. എൻ്റെ ഈ ഒരു 3 മാസത്തെ എക്സ്റ്റൻഷൻ ഈസി ആയിട്ട് നടന്നു. ആ 3 മാസം ഭയങ്കര ക്രൂഷ്യൽ പീരീഡ് ആയിരുന്നു സ്റ്റുട്ട്ഗാർട്ടിൽ. കാരണം ഞാൻ എത്ര ആപ്ലിക്കേഷൻസ് അയച്ചിട്ടും എല്ലാ റിജക്ഷൻ, ഇൻ്റർവ്യൂ ഒന്നും സെറ്റ് ആവണില്ല, ഒരു രക്ഷയില്ല. ഡെയിലി കിടന്ന് കരച്ചിലും ബഹളവും മാത്രം എൻ്റെ കാര്യത്തിൽ. കാരണം ഞാനൊരു 100-300 ആപ്ലിക്കേഷൻസ് ഞാൻ എക്സലിൽ എടുത്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് എല്ലാ ദിവസവും ഞാനിരുന്ന് വിളിക്കൂല. ഇവരാരും ഫോൺ എടുക്കുന്നില്ല, മെയിൽ എടുക്കും, ആരും റിപ്ലൈ ഇല്ല. അങ്ങനെ സ്റ്റുട്ട്ഗാർട്ടിലെ 3 മാസം ഭയങ്കര ഫ്രസ്ട്രേറ്റഡായി, ഒരു രക്ഷയില്ലാതെ മൈൻഡ് മൊത്തം നശിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഞാൻ എൻ്റെ അടുത്ത ദൈവമായ ബെർലിനിലേക്ക് വന്ന്. ഈ ബെർലിൻ എന്ന സിറ്റിയാണ് എന്നെ രക്ഷിച്ചത്. ബെർലിനിൽ വന്നേ പിന്നെ കാര്യങ്ങൾ പിന്നെ ഇത്രയും കൂടെ സ്മൂത്തായി. ഇൻ്റർവ്യൂസ് വരാൻ തുടങ്ങി, അപ്ലൈ ചെയ്യണതിനെല്ലാം റെസ്പോൺസ് വരാൻ തുടങ്ങി, എൻ്റെ കാര്യത്തിൽ ഇതുകൊണ്ട് പ്രോസസ്സ് ആവാൻ തുടങ്ങി. 2 കമ്പനിയിൽ എനിക്ക് ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയിലാണ് നിന്ന് ഞാൻ പല ഇൻ്റർവ്യൂസ്, ഞാൻ എല്ലാം കൂടി പറഞ്ഞ് വീഡിയോ അത്രയ്ക്ക് ലെങ്ത് ആക്കണില്ല. ഒരു ദിവസം ഞാൻ ഹാനോവർ എന്നുള്ള ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയിട്ട് രാവിലെ 7 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങി, ബെർലിനിൽ നിന്ന് ഇറങ്ങി. ഹാനോവറിൽ ഞാൻ 2 മണിക്ക് എത്തി. അതും അന്നേരം ഒറ്റ പൈസയിലെ കയ്യിൽ. ഞാൻ മറ്റേ IC എടുത്തിട്ടാണ് ഹാനോവർ വരെ എത്തണം, 120 യൂറോന്. ആ സമയത്ത് അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ ജർമ്മനി ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന്. ഞാനിവിടെ ഓൾറെഡി മെയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടാണ് അവിടെ വരെ പോയത്. എനിക്ക് ജർമ്മനി ഇല്ല, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ സംസാരിച്ചുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ അവർ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. ടെക്നിക്കലൊക്കെ തരാൻ അവിടെ വരെ എത്തിയത്. ജസ്റ്റ് HR സംസാരിച്ചപ്പോൾ തന്നെ HR പറഞ്ഞാൽ നീ ഞങ്ങൾ ഉദ്ദേശിച്ച ജർമ്മൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിജക്ഷൻ കിട്ടി. അങ്ങനെ ആ ഹാനോവറിൽ നിന്ന് തിരിച്ച് വന്ന് എൻ്റെ ഫോൺ ഓഫായി, വഴി അറിയില്ല, എങ്ങനെയൊക്കെയോ ഞാൻ അപ്പാർട്ട്മെൻറ്റ് എത്തി. പിറ്റേ ദിവസം വെളുപ്പിന് 4:30. അപ്പോൾ ഉറങ്ങാത്ത ദിവസം വരുന്നത്. ഉറങ്ങാത്ത ദിവസങ്ങളെന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ, എനിക്കത് ഇപ്പം തന്നെ ഓർക്കുമ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ 3-4 എണ്ണം, ഞാൻ എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല, 3-4 സെയിം സിറ്റുവേഷൻസ് വന്ന് അവസാനം ഹാംബറിൽ ഒരു കമ്പനിയിൽ എനിക്ക് ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. ഞാൻ വളരെയേറെ പ്രതീക്ഷയോടെ അത് കാത്തു നിന്ന്. അവർ പറഞ്ഞു വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഓഫർ ലെറ്റർ തരാം. 2 ആഴ്ച ഞാൻ വെക്കേഷനിലാണ്, വെക്കേഷൻ കഴിഞ്ഞ് അപ്പം തന്നെ നമുക്കെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് പോയ HR വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒറ്റ റിജക്ഷൻ, ഒരൊറ്റ മെയിൽ. അൺഫോർച്ചുനേറ്റ്ലി വി ആർ ലുക്കിംഗ് ഫോർ അനദർ പേഴ്സൺ ഹൂ ക്യാൻ സ്പീക്ക് ഫ്ലുവൻറ്റ് ജർമ്മൻ. ഈ ജർമ്മൻ ലാംഗ്വേജ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ റിജക്ഷനും കൂടി തന്നിരുന്നത് വെച്ചത്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇൻ്റർവ്യൂ എടുക്കണേക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് മതി എന്നൊക്കെ പറയും. അവസാനം 6 മാസത്തെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ശേഷം ഡിസംബർ 31 ഞാൻ ജർമ്മനിയോട് വിട പറയാൻ തീരുമാനിച്ചു. കാരണം ഡിസംബർ മാസം 31 എൻ്റെ വിസ തീരുമായിരുന്നു.
ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം നാട്ടിൽ നിന്ന് ഓൾറെഡി ഞാൻ വന്ന് യൂറോപ്പിൽ എങ്ങനെയെങ്കിലും പിടിച്ചിരുന്ന് എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്നുള്ളൊരു ഓപ്ഷനിൽ ഞാൻ പോർച്ചുഗൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൃഷിപ്പണിക്ക് വരാൻ പോകാൻ പോയി. പക്ഷേ അതും അവസാനം ഫ്ലോപ്പായി. അവസാനം ഡിസംബർ 31 തിരിച്ചു പോകണം എന്നുള്ള മൈൻഡിൽ തന്നെ നിന്ന് ഡിസംബർ മാസം 31 മുമ്പുള്ള അവസാനത്തെ വർക്കിംഗ് ഡേയിൽ എനിക്ക് 2 ഓഫർ ലെറ്റർ വന്നു. എൻ്റെ ദൈവമേ മച്ചാന്മാരെ, ഞാനന്ന് ആ ഒരു ദിവസം ഉണ്ടല്ല, എൻ്റെ കയ്യിലുള്ള എല്ലാ കാശും പോയി, ജോലിയില്ല, അച്ഛനോടത്തെ വാക്ക് എല്ലാം പോയി. ഞാൻ അവസാനം തീർന്നു നിൽക്കുന്ന ദിവസം എനിക്ക് 2 ഓഫർ ലെറ്റർ കിട്ടി. ഇത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിന് അന്ന് എനിക്കൊരു റെസ്പോൺസ് കിട്ടി, 2 ഓഫർ ലെറ്റർ. അതിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ ഞാൻ ചൂസ് ചെയ്ത് ആ ഒരു ഓഫർ ലെറ്ററിൽ ഞാൻ ജോലി കയറി. ജർമ്മനിയിലെ നരക ജീവിതം അവിടെയും തീർന്നില്ല. അങ്ങനെ ആ കമ്പനിയിൽ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. കൊളീഗ്സൊക്കെ അടിപൊളിയായിരുന്നു, വർക്ക് ചെയ്യാനൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 2 ഇന്ത്യക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഒപ്പം കൂളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൊബേഷൻ പീരീഡ് തീരണേ എൻ്റെ ലാസ്റ്റ് ദിവസം വന്നിട്ട് പറഞ്ഞ്, നിഖിലേ, അൺഫോർച്ചുനേറ്റ്ലി വി ആർ ടെർമിനേറ്റിംഗ് യു. ആഹാ, അടുത്തെടുത്തി ജോലി കിട്ടി. നാട്ടിലെ കടങ്ങളൊക്കെ ഇങ്ങനെ പയ്യെ തീർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞ്, ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേറെ വകുപ്പൊന്നുമില്ല, എന്താണ് റീസണോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ അതും ഗുദാഹവ. അപ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നു. ജോലിയില്ല, കഷ്ടപ്പാട്, പിന്നെ ജോബ് സെർച്ച്. അങ്ങനെ കുത്തിയിരുന്ന് അപ്ലൈ ചെയ്ത് അവസാനം ഞാനിപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. ഈ എൻ്റയർ പ്രോസസ്സിൽ ഉറങ്ങാത്ത ദിവസങ്ങളായിരുന്നു. ഒരുമിക്ക ദിവസങ്ങളിലും ഭയങ്കര ടെൻഷൻ, ജോലിയുടെ പ്രശ്നങ്ങൾ, നാട്ടിലെ സാമ്പത്തിക പ്രശ്നം, വീട്ടിലെ പ്രശ്നങ്ങൾ. എൻ്റെ പൊന്നു മച്ചാമാരെ, ഇതൊക്കെ ഓർക്കുമ്പോഴല്ല നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടിനില്ലാത്തതിന് അവസാനം ഒരു റിസൾട്ട് വരും എന്ന് പറയൂലേ. ആ കഷ്ടപ്പാട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ സ്വപ്നം കണ്ട ജീവിതം മുമ്പിലോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇനിയും മുന്നേറും. രണ്ടാമത്തെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2021 വർഷം ഒക്ടോബർ മാസം എനിക്ക് വീട്ടിൽ നിന്നൊരു കോൾ തന്നെയാണ്. എടാ, അച്ഛനൊട്ടും വയ്യ, അച്ഛന് ഒട്ടും പാടില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെ അച്ഛനെക്കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛൻ നല്ലൊരു പാചകക്കാരനായിരുന്നു. അച്ഛൻ പണിയെടുത്തിട്ടാണ് ഞാനൊക്കെ ഇത്രയും നിലയിലൊക്കെ എത്തിയതും. ഞങ്ങളുടെ വീടൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ അച്ഛൻ്റെ ഒരു ഇതിലായിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കോൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. എന്നാൽ പോലും നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അച്ഛനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അച്ഛൻ ഞാൻ പറഞ്ഞു, അച്ഛൻ പാചകക്കാരനായതുകൊണ്ട് തന്നെ ഡെയിലി കുടിക്കുമായിരുന്നു പണ്ട്. അങ്ങനെ കുടിച്ച് അതൊരു അഡിക്ഷനായി. അങ്ങനെ അച്ഛൻ ഡെയിലി കുടിച്ച് തന്നെയാണ് ഒരു ശരീരത്തിലെ ഒരു ഇതുള്ള എല്ലാ അവയവങ്ങളും തീരുന്നൊരു മട്ടിൽ വരെയും ആ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ അച്ഛനായിട്ട് എൻ്റെ അമ്മയും അനിയനും കയറാത്ത ഹോസ്പിറ്റലുകളില്ല. അവരൊരു നവംബർ മാസം 15 അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. ഡിസംബർ മാസം 23 അച്ഛൻ മരിച്ചു. എനിക്കറിയാം ആ ഒരു സമയത്ത് ഞാനാണ് മൂത്താൾ വീട്ടിലാണ്. അപ്പോൾ മൂത്താളായ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ആ സമയത്ത് എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം നമ്മൾ ജർമ്മനിലെത്തി. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ജോലി പോയി, ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, പൈസയുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സെറ്റായി വരുന്ന സമയത്താണ് അച്ഛന് ഒരു പ്രശ്നം പറ്റണത്. അപ്പോൾ സോറി ഗൈസ്, ആ ഒരു പ്രശ്നം പറ്റണത്. അങ്ങനെ അച്ഛൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 23 മരണപ്പെട്ടു. അപ്പോൾ എൻ്റെ അനിയനെ സമ്മതിക്കണം. അങ്ങനെ അവനും അമ്മയും കൂടെ ഓക്കെ തിരിച്ചു വരാം ഗൈസ്, സോറി. അങ്ങനെ അവസാനം 2021 ഡിസംബർ 23 അച്ഛനും പോയി. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛനെ വലിയ വീടെന്നപ്പിന്ന് വിളിച്ചിരുന്നു നാട്ടിൽ. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അച്ഛൻ ഗൾഫിൽ പോയി കുറേ പൈസയൊക്കെ സമ്പാദിച്ച് തിരിച്ചു വന്ന് അച്ഛൻ്റെ കയ്യിലുള്ള സേവിങ്സൊക്കെ എടുത്ത് ഒരു ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൽ ഫ്ലോപ്പായി രണ്ടാമത് കരകയറി വന്ന ആളാണ് അച്ഛൻ. അപ്പോൾ പുള്ളി രണ്ടാമതൊരു വലിയ വീടെന്നപ്പി ആക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെന്നെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വീണ്ടും പള്ളിപ്പുറത്ത വലിയ വീടെന്നമ്പി ആയനെ. അതിനുള്ളൊരു കാപ്പബിലിറ്റി എനിക്കിന്നുണ്ട്. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. അൺഫോർച്ചുനേറ്റ്ലി അച്ഛൻ പോയി. അതായിരുന്നു എനിക്ക് ജർമ്മനിയിൽ വന്നിട്ട് ആകെ നഷ്ടപ്പെട്ട ഒരു കാര്യം. ബാക്കിയെല്ലാം ഞാൻ അച്ചീവ് ചെയ്ത്, ജോലി, വീട്ടിലെ കടങ്ങളൊക്കെ തീർത്ത്. അച്ഛൻ പോയതിന് ശേഷം ഞാനും എൻ്റെ അനിയനും എൻ്റെ അമ്മയും കൂടിയാണ് കഷ്ടപ്പെട്ട്
നാട്ടിലെ കടങ്ങളൊക്കെ തീർത്തത്. ഇപ്പം നിലവിൽ ഞങ്ങൾ ബാങ്ക് ലോണുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അതിനുള്ളൊരു വലിയ പങ്ക് ജർമ്മനിക്കുണ്ട്. അപ്പോൾ അതിന് ജർമ്മനി എന്നുള്ള രാജ്യത്തോട് വളരെയധികം നന്ദി. ഇനി അവസാനമായിട്ട് നന്ദി പറയാനുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട്. ജർമ്മനിയിൽ ഞാൻ വന്നേ പിന്നെ എൻ്റെ കഷ്ടപ്പാട് ഏറ്റവും കൂടുതൽ അറിഞ്ഞാക്കുന്ന ആൾക്കാർ 2-3 ആൾക്കാർ. സൗണ്ട് പോകണ്ടല്ല. ഞാൻ നാട്ടിലുള്ള ആരുടെയും പേരെടുക്കുന്നില്ല. കാരണം ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് എൻ്റെ കഷ്ടതകൾ കണ്ടറിഞ്ഞതും ആയിട്ടുള്ള 2-3 ആൾക്കാർ എന്നെ അത്രക്ക് ഞാൻ ഡൗൺ ആയ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 ആൾക്കാരുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയണമെന്നുണ്ട്. ബാക്കിയുള്ളവർക്കും ആർക്കും ഒരു പരാതിയും തോന്നരുത് ആ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾ വിനോദേട്ടൻ എൻ്റെ 2ാമത്തെ കമ്പനി മുതൽ എൻ്റെ ഒപ്പം ഉള്ള ആളാണ്. ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഇവിടെ ജർമ്മനിയിലില്ല എന്നുള്ളൂ, പുള്ളി നാട്ടിലാണ്. എന്നാൽ പോലും ഞാനൊരു കോള് വിളിച്ച് കഴിഞ്ഞാൽ ആ വിളിപ്പുറത്ത് പുള്ളി ഉണ്ടായിരുന്നു. വിനോദേട്ടാ 1000 നന്ദി. പിന്നെ വിഷ്ണു ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് പരിചയപ്പെട്ടാണ്. എൻ്റെ എല്ലാ കഷ്ടങ്ങളുടെ ഇടയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണു 1000 നന്ദി. അജിത്തെ 1000 നന്ദി. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോയിൽ എൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടേ ഇല്ല. കാരണം അവരൊക്കെ ഈ ഒരു വർഷം മുമ്പാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതിനു മുമ്പ് എൻ്റെ എല്ലാ സങ്കടങ്ങളിലും എൻ്റെ എല്ലാ ത്യാഗങ്ങളിലും എൻ്റെ ഒപ്പം ഇപ്പോഴും അന്ന് നിന്നിരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ കുറച്ച് പേര്. ബാക്കി എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, എൻ്റെ ഗേൾ ഫ്രണ്ട്, അവളില്ലാന്നുണ്ടെങ്കിൽ പിന്നെ സെൻറ്റി, അവളില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് നിഖിൽ തമ്പിയില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ 5 വർഷത്തിൻ്റെ ജീവിതം ജർമ്മനിയിൽ. ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് പറക്കണമെന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന വ്ളോഗൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതും സംഭവിച്ച് കഴിഞ്ഞതും. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പടിയിലേക്ക് കയറാൻ പോവുകയാണ്. ഈ വരുന്ന വർഷങ്ങളിൽ ബാക്കിയുള്ള പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം. വീഡിയോ വ്ളോഗ് മാത്രമല്ല, ജോലി എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള വർഷത്തെ പ്ലാൻ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഭയങ്കരമായിട്ട് നീണ്ടു പോയിട്ടുണ്ട്. സോറി, നിങ്ങൾ ഇത്ര നേരം ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി. ഞാനിത് ഈ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ കാര്യം, പല മെസ്സേജും എനിക്കിപ്പോൾ വരുന്നുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്, ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളിതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? ആർക്കും ഒരു കഷ്ടപ്പാടില്ലാതെ എങ്ങും എത്താൻ പറ്റില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. എൻ്റെ കാര്യങ്ങളൊന്നും ഈസി ഗോയിങ് ആയിരുന്നില്ല. എല്ലാ കാര്യങ്ങളും, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പല ടൈമിൽ ഫെയിലായി ട്രൈ ചെയ്തിട്ടാണ് ഇവിടം വരെയൊക്കെ എത്തിയത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവും എൻ്റെ ലൈഫിൽ ഈസി ആയിരുന്നില്ല. അത്രയ്ക്ക് ടഫായിരുന്നു. ഈവൻ ഏതെങ്കിലും എനിക്കൊരു ഇഷ്ടമുള്ള സാധനം മേടിക്കണമെങ്കിൽ വരെ ഞാനിപ്പോൾ ഒരു 10 വട്ടം ആലോചിച്ചിട്ടേ മേടിക്കാറുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ടഫാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ദിസ് ഈസ് മൈ സ്റ്റോറി. താങ്ക് യു.